ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കുകയാണ് ജയനഗറിലേക്ക്. ഞാൻ അർച്ചനെ വെയിറ്റ് ചെയ്തിട്ട് റോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ വരും. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും പകുതി സ്ഥലം എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് കാണാമെന്നാണ്. അപ്പം അമ്പലത്തിന് അവിടേക്ക് എത്തണം എനിക്ക്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി നോക്കാൻ കേട്ടോ ഗൈസ്, ഞാനെങ്ങനെ വീഡിയോ എടുത്ത് മാറിയിട്ട്. അപ്പോൾ അതായത് നമുക്ക് കാണാം. ഞാൻ ഒന്നും എഴുതില്ല, ഈ ബാഗ് മാത്രം എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ പൈസ കൊടുക്കണം. കവറിന് 10-15 രൂപ എക്സ്ട്രാ. അഥവാ വല്ലതും മേടിക്കുകയാണെങ്കിൽ ഞാൻ തൽക്കാലത്തേക്കൊന്നും മേടിക്കില്ല. അവൾക്കൊരു കൂട്ടിന് വാങ്ങിച്ചിട്ട് പോകാനാണ്. നമുക്ക് നോക്കാം. പോയി കഴിഞ്ഞിട്ട് എന്തായാലും പോയി കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുണ്ട്. സാറ്റർഡേ ഇവിടെ ഗണേശ ചതുർത്ഥിയുടെ ഭയങ്കര സീനാണ്. ഇപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ഇട്ടിട്ട്, അറിയാമല്ലോ ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയാം. ഗണേശ ചതുർത്ഥീൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രേഷനാണ് ഇവിടെ സാറ്റർഡേ നടക്കുക. സോ ഹെൽമെറ്റ് എനിക്ക് അവിടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പം അതിൻ്റെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാംഗ്ലൂരിൽ വരും കമ്മിങ് വീക്ക്. അപ്പോൾ അതെന്താ നമുക്കറിയില്ല. അപ്പോൾ തിരക്കിനനുസരിച്ച് ട്രാഫിക് ബ്ലോക്കാണ് ഈ ഗണേശ ചതുർത്ഥിയുടെ. ഗൈസ് നടക്കലൊക്കെ അതൊക്കെ ഉണ്ട്. ഫോൺ ഓഫ് ചെയ്യാണ്. ബൈ. ഇനി അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ നടന്ന് നമ്മൾ പാർക്കിലെത്തി. വലിയ ദൂരമൊന്നും ഇല്ലടങ്ങി നടക്കാൻ. ഒരുപാട് വീഡിയോ എടുത്ത കാരണമാണ് കുറേ ലെങ്ത്ത് തോന്നുന്നത്. പിന്നെ ഇവിടെ ഗണേശ ചതുർത്ഥിയുടെ പന്തലിടലൊക്കെ ആയിരുന്നു. അവിടെ ഒരു മുമ്പിലൊരു അമ്പലം. ഈ തന്നീനെ കാത്തിരിക്കായിരുന്നു ഇത്ര നേരം ഗൈസ്. എന്തായാലും ലാസ്റ്റ് കണ്ടുപിടിച്ചു. ജ്യൂസ് കുടിക്കാൻ വീണ്ടും എത്തി ഗൈസ്. അവള് ബൂസ്റ്റ് ഇടണമെന്ന് പറഞ്ഞ ചെക്കനെടുത്ത് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് കഴിച്ചത്. പക്ഷെ ഭയങ്കര പുളിയുണ്ട്. ഈ തെട്ടിക്ക് അറിയാവുന്നതിന് പുളി പക്ഷെ പറഞ്ഞില്ല അവള്. അപ്പൊ വയസ്സ് ചെയ്തിട്ട് വീണ്ടും ജയനഗറിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ആദ്യം ഇവിടുത്തെ ഷോപ്പ് തന്നെ കഴിക്കാം. അത് മാറ്റി പ്ലാൻ മാറ്റി ജയനഗറിലുള്ള ഷോപ്പ് തന്നെ ആക്കി. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ പരിപാടിക്ക് പോവാൻ പറ്റുമോ ഇല്ലയോന്നൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയോന്നൊരു സംശയമല്ല. സോൾഡ് ഔട്ട് ആയി. കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ ടിക്കറ്റ് തരാണെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മൾ പോകും. അല്ലെങ്കിൽ ഇതൊക്കെ സാരിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ട്രഡീഷണൽ ഡ്രസ്സ് എടുക്കട്ടെ. ഇപ്പം എന്തായാലും കുഴപ്പമില്ല. ഇനിയൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപകരിക്കുമല്ലോ. പിന്നെ പക്ഷേ പരിപാടിക്ക് എനിക്കും പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മിസ്റ്റേക്ക് നമ്മളെ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ കൺഫേം ആയിരുന്നെങ്കിൽ 2 ദിവസം മുമ്പ് സംഭവം രജിസ്റ്റർ ചെയ്തിടായിരുന്നു. ഇന്നാണ് സോൾഡ് ഔട്ട് ആയത്. എന്താണെങ്കിൽ ഒരു ബാംഗ്ലൂർ മലയാളീസിനുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് തരുക. അത് പോയി. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ നാട്ടിലൊന്നും പോവാത്തവർക്ക് ഇത് നല്ലൊരു ചാൻസ് ആണ്. പിന്നെ നാട്ടിൽ പോവാത്തവർക്ക് മാത്രമല്ല, കോളേജൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. എത്രയൊക്കെ പറഞ്ഞാലും കാരണം മലയാളീസിന്റെ അസോസിയേഷൻ ഉണ്ടാവുമ്പോഴേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. വേറെ ആർക്കും നടക്കില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഓണം മിസ്സാവില്ല. നീ പോകുന്നില്ലല്ലോ? ഞാൻ പോകുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് പഴയ കോളേജ് ഡേയ്സ് ഒക്കെ ഒന്ന്
പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതായിരുന്നു. രണ്ട് വൈബാണ്. അതെ, വീട്ടുകാരുടെ കൂടെയാണ്, വീട്ടുകാരുടെ വൈബും ഫ്രണ്ട്സിന്റെ കൂടെയുള്ള വൈബ് വേറെ തന്നെയാണ്. നോക്കാം, കിട്ടുമോ നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എന്തായാലും നോക്കാം. മിസ്റ്റേക്ക് കാണാത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതിന് എന്ത് മനസ്സിലായി, ഒന്നും അവസാനത്തേക്ക് വെക്കരുതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ബാക്കി ഷോപ്പിംഗ് ജയനഗരം പോയിട്ടുണ്ടാവണം. പോയി നോക്കാം. നല്ല ട്രാഫിക് ഉണ്ട്. ഫൈനലി നമ്മൾ ജയനഗർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് ഇവളാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോണത്. ഞാൻ പ്ലാൻ സെറ്റ് സാരി, സിൽക്കൺ സാരീസ്. ഓ മഹാലക്ഷ്മിയിലെ ഗൈസ്, ഇത് നമ്മളെ ഇവിടെയാണ് ജയനഗർ 4th ബ്ലോക്കിൽ ഉള്ള ഏരിയയാണ്. അവിടെ നമ്മളെ ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഫ്ലവർ മാർക്കറ്റ്, ഫ്രൂട്ട്സിൻ്റെ അവിടെ അങ്ങനെ കംപ്ലീറ്റ് ഭയങ്കര റഷായിരുന്നു തന്നെ പറയാം കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ നടന്നു അതിനുള്ളിലൂടെയൊക്കെ. നമുക്ക് ഫ്ലവേഴ്സൊന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ബ്ലൗസ് അന്വേഷിച്ച് പോയതാണ്, റെഡിമെയ്ഡ് ബ്ലൗസ്. ഗണേശ ചതുർത്ഥിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് ഫ്ലവേഴ്സായിട്ട് ജയനഗർ ഇത് ഏതാ ബ്ലോക്ക്, 4th ബ്ലോക്ക്. ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് എന്നാലും നമ്മൾ ഫൈനലൈസ് ചെയ്തത് ഇതല്ലേ, ഈ സാരിയാണ്. അവിടെ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട സാരി ഇതാണ്. ഞാൻ തൽക്കാലം തറച്ചാണ്ട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല ഗൈസ്. അതൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഫുള്ള് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതിപ്പോൾ എന്താ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊന്നും ഇവിടെ വെച്ചേ വാടകയൊക്കെ എടുക്കണം. ഇങ്ങനെ 1 പ്ലീറ്റ് ആയിട്ട് ഇട്ടാൽ മതി. വേറെ നോക്കുന്നു ഇല്ല. വിസ്മയുണ്ട്. ഇവിടെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ല, ആണ് മുണ്ടാണി തന്നെയാണ്. ഇതെടുക്കാം. ഇത് ഫിക്സ് ചെയ്ത് ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. പക്ഷെ സമയം പറഞ്ഞ സാധനം ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് നോക്കണം. നമ്മുടെ ബ്ലൗസ് അന്വേഷിച്ച് നടക്കാൻ സമയമില്ലാത്ത കാരണം നമുക്ക് എല്ലാം നോക്കാനുള്ള സമയമില്ല. ജസ്റ്റ് പെട്ടെന്ന് ബ്ലൗസ് നോക്കിയിട്ട് അരമണിക്കൂർ കൂട്ടായി. ഇത് ഇവിടെ എന്തോ പരിപാടി നടന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. എനിക്ക് അവർ തന്നാണ്. എന്തോ ക്യാമ്പയിനിങ് ആയിരുന്നു അവരുടെ. ഇപ്പോൾ JP നഗറിൽ വെച്ച് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. കമ്മിങ് October 5th. ഇടി ആ സൈഡിലോട്ടാവില്ല, കമ്പലിനൊരു നല്ല ഷോപ്പുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വാ. ഇതിങ്ങനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ വന്ന് ഇറങ്ങിയില്ലേ, അവിടെ എത്തും. അപ്പോൾ അവരെന്തെങ്കിലും ക്വസ്റ്റിന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് തന്നു. എന്തായാലും സന്തോഷമായി. നമ്മൾ JP നഗറിൽ വെച്ച് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. എടി ഇവിടെ നോക്കുന്നോ? അതുപോലെ തന്നെ അവിടെ ഒരുപാട് റിംഗ് കളക്ഷൻസ്. പിന്നെ ജയനഗറിൽ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, കുറേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ബെസ്റ്റ് പ്ലേസ് തന്നെ ഞാൻ പറയും. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ചീപ്പായിട്ടും അതുപോലെ അത്യാവശ്യം നല്ല സമയമുണ്ട് തന്നെ നമുക്ക് ബാർഗൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പിടിക്കാൻ പറ്റും. ഈ വളക്കൊക്കെ 50, അതേപോലെ 100 ഒക്കെ ഉള്ളൂ. മിനിമം സാധനങ്ങൾക്കൊക്കെ 100, സാധാ വളക്കൊക്കെ 50. അപ്പോൾ അവൾ എടുത്തിട്ടുണ്ടത് മോമോസ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് ഇന്നത് ഷോപ്പിംഗ് അത്ര ഓക്കെ ആയില്ല. കാരണം എല്ലാം ഭയങ്കര ഹറിബറി ആയിട്ട് പോയി. നമ്മളിപ്പോൾ
ഭയങ്കര ഹറിബറിയായി. തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ സമയത്ത് റെഡി 7:05 ആയി. ഞങ്ങൾക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നില്ലേ. ഇത് ഇവർക്ക് ചോക്കർ എന്തെങ്കിലും മേടിക്കണം. ഇനിയിപ്പോൾ റൂമിലുള്ള ചേച്ചിയിടുന്നോ എന്തെങ്കിലും മേടിച്ചോളും. പക്ഷെ എന്നാലും സമയം ഭയങ്കര ഫസ്റ്റ് ആയി പോയി. ഷോർട്ട്സാ ഗൈസ് 1 മിനിറ്റ്. ഇതെന്താ വെച്ചാൽ നമ്മൾ പോണ വഴിക്ക്, അതായത് മടിവാള എത്താൻ സമയത്ത് അവിടുത്തെ അയ്യപ്പ ടെമ്പിളും പിന്നെ ഗണപതി ടെമ്പിളും ഒക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. മുമ്പ് മീൻസ് ഈ വീഡിയോ തന്നെ അവളെ ഗണേശതുരത്തിൻ്റെ ഓരോ ലൈറ്റ്സ് ഇട്ടതാണ്. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അപ്പോൾ ഞാൻ ഇട്ടു ഗൈസ്. പിന്നെ അവസാനം ഞാൻ സാരി എടുത്തത് ഈ അനുഗ്രഹം എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. ഇത് മടിവാള തന്നെ ഉള്ളതാണ്. പിന്നെ സാരി എന്തെങ്കിലും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു മോതിരം അവള് മോതിരൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ മോതിരത്തിലൊന്നും വലിയ ക്രേസ് ഇല്ല. ഉണ്ട്, പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ എത്തി തന്നെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു നല്ല ക്ലൈമറ്റ് ഒക്കെ നല്ലായിരുന്നു അല്ലേ. ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഇല്ലേ? ഒരു ടിക്കറ്റ് അല്ലാതെ അതാണ് പറ. ഞാൻ സാരി ഒന്നും മേടിച്ചിട്ടില്ല. ഒരു ടിക്കറ്റ് കിട്ടുമെന്ന് വെച്ചത്. അപ്പോൾ ഷോപ്പിംഗ് ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താണെങ്കിലും നമ്മൾ ഉള്ളൊരു സമയം, അല്ലെങ്കിൽ 1.5 മണിക്കൂർ, ഞങ്ങളൊരു 7 മണിയാകുമ്പോൾ ബീച്ചിൽ തന്നെ തിരിച്ചു വരേണ്ട രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് 7 മണിക്ക് നോക്കിയില്ല. വെള്ള സമയം കൊണ്ട് അവളെന്തൊക്കെയോ മേടിച്ചു. ഞാനൊന്നും മേടിച്ചിട്ടില്ല. വാട്ടർ സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വേറെ ഒന്നുമില്ല കഴിച്ചു. അപ്പോൾ ഒന്നത് ക്യാബിൽ തിരിച്ചു പോയോണ്ടിരിക്കുകയാണ്. ക്യാബ് കിട്ടാൻ നല്ല പാടായി. നമ്മൾ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. ക്യാബ് നമ്മൾ എക്സ്ട്രാ ടിപ്പ് കൊടുത്തിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ക്യാബ് തന്നെ കിട്ടിയത്. എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ് നമുക്ക് ക്യാബ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ കൊമേഴ്ഷ്യൽ ജയനഗർ ഭാഗത്തേക്ക്. പിന്നെ ജയനഗറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ഷോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും നമുക്ക് നല്ല പോലെ നല്ല കളക്ഷൻസ് അവിടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മേടിക്കാം. ഇവളിപ്പോൾ ഈ 2 ബാഗ് മേടിച്ചത്, ഞാനൊരു ബാഗ് മേടിക്കണം മേടിച്ചിരുന്നു. ഒന്നും നടന്നില്ല. നോക്കാം നമുക്ക്. ബാഗുള്ള 2 മേടിച്ചത് എത്രയാടി? 500 ആയിട്ടാണ് മേടിച്ചത്. അത്രയും ചീപ്പായിട്ടൊന്നും ബാഗ് എവിടെയും കിട്ടൂല. നല്ല ബാഗാണ് കേട്ടോ അത്. പിന്നെ നീ എന്താ മേടിച്ചത്? സെറ്റ് സാരിക്ക് എനിക്ക് തോന്നുന്നു നാട്ടിലെ പ്രൈസ് എനിക്ക് അറിയില്ല. ഞാൻ സെറ്റ് സാരി ഒന്നും മേടിക്കാം. ഓൾമോസ്റ്റ് സെയിം പ്രൈസാന്ന് പറയുന്നു. പക്ഷെ നാട്ടിലാകുമ്പോഴേ നമുക്ക് ടിഷ്യൂ സിൽക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. അതിവിടെ കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ സെറ്റ് സാരി നോക്കി അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ബ്ലൗസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ബ്ലൗസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല കളക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു ബ്ലൗസ് ഷോപ്പ് കണ്ടു. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങളെടുത്ത സ്റ്റാർട്ടിങ് 300 300 ഉണ്ട്. ബ്ലാക്ക് 300. അയ്യോ, എന്നാൽ ആദ്യം എവിടെയൊക്കെ നടന്നത് ഷോപ്പ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇവള് മേടിച്ച ബ്ലൗസിന് 500 രൂപയായി. പക്ഷെ നല്ല ബ്ലൗസ് തന്നെയാട്ടോ മേടിച്ചത്.